ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ വിവോന്റെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഒറിജിനൽ വോയിസ് വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് 16-ൽ. അതായത് മെയ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആയിട്ട്. പക്ഷേ അത്യാവശ്യം സൈസ് ഉണ്ട്, കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ വിവോന്റെ X300 ഫോണിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വന്നേക്കുന്നത് ആൻഡ്രോയിഡ് 16-ന്റെ 16.0.22.1 എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഒരു 1.1 GB സൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 48 മണിക്കൂർ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ്. നിങ്ങൾ ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യണം, അതിൻ്റെ സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ അപ്ഡേറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഫോൺ ഇപ്പോൾ നമ്മുടെ വി സീരീസ് ആയാലും ചിലപ്പോൾ വന്നിട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന മോഡൽസുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ അപ്ഡേറ്റ് ആയിരിക്കില്ല, പക്ഷെ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് വന്നേക്കുന്നത് അപ്ഡേറ്റഡ് ടു മെയ് 2026 ഗൂഗിൾ സെക്യൂരിറ്റി പാച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സിസ്റ്റം പെർഫോമൻസും സ്റ്റെബിലിറ്റി സ്മൂത്ത്നെസ്സും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ UI ഡിസ്പ്ലേ, അതായത് ചില ആപ്പിൽ ഇപ്പോൾ നിങ്ങൾ വിവോ X300 ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ X300 ആയിക്കോട്ടെ, X300 Pro ആയിക്കോട്ടെ, ചില ആപ്പിൽ ഈ UI കറക്റ്റായിട്ട് വരുന്നുണ്ടാകുന്നില്ല. ആ ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിക്സർ ദ ഒക്കേഷണൽ ഇഷ്യൂ വേർ സം ആപ്സ് ആർ നോട്ട് ഡിസ്പ്ലേ പ്രോപ്പർലി. അത് പറഞ്ഞില്ലേ, ഇവർക്ക് ചില ആപ്പിൽ ഇത് ശരിക്കും നല്ല പോലെ ഈ ഒറിജിനൽ ബഗ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റിന് ശേഷം അങ്ങനെ ഒരു ഇഷ്യൂ ഇതിൽ കണ്ടിട്ടില്ല. പിന്നെ കേട്ടോ, ഞാൻ അതിൻ്റെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു 48 മണിക്കൂർ സംഭവങ്ങളായിട്ടുണ്ട്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. Dimensity 9500 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക, പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒറിജിനോയ്സിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഓക്സിനോയ്സ് പോലെയോ OneUI പോലെയോ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല വരും. ഇപ്പോഴും ഫൺ ടോയ്സിൽ ഉണ്ടായിരുന്ന കുറേ പ്രോബ്ലംസുകളും മാപ്പ് കുറേ ആഡ്സും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന അത്യാവശ്യം ബഗ്ഗിയാണ് സംഭവം ഒറിജിനോയ്സ് കമ്പയർ ടു അല്ലെങ്കിൽ ഓക്സിജനോയ്സോ അല്ലെങ്കിൽ ഒറിജിനോയ്സ് അല്ല നമ്മുടെ കളർ വോയ്സോ. അപ്പോൾ കളർ വോയ്സും ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും എന്താ പറയുക ശരിക്കും നമുക്കിത് ഇതിൻ്റെ അടുത്തിക്കൂടെ പോകില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതിന് നമുക്കൊരു 90 മാർക്ക് കൊടുക്കാമെങ്കിൽ ഈ സാധനത്തിന് വേണമെങ്കിൽ നമുക്കൊരു 70 മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും എക്സ്പീരിയൻസ് ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇപ്പോൾ OneUI ആയാലും അങ്ങനെ തന്നെയാണ് സംഭവം. OneUIയും ഓക്സിജനോയ്സ് ആണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് UI-ൽ. അപ്പോൾ ഒറിജിനോയ്സ് ഇനിയും കുറേ പോലെ അറ്റ്ലീസ്റ്റ് അവർ X സീരീസ് ഫോണുകൾക്ക് വേണ്ടിയെങ്കിലും ഇപ്പോൾ iQന്റെ 15 സീരീസ് അങ്ങനെ ഹൈ എൻഡ് സീരീസുകൾക്ക് വേണ്ടി വേണമെങ്കിൽ അവർ കുറച്ചുകൂടി ഒന്ന് മാറ്റി ഒപ്റ്റിമൈസ് ചെയ്യായിരുന്നു, ഈ സാംസങ് OneUI-നൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ അത് അവർ ചെയ്യുന്നില്ല. അതേ സാധനം തന്നെ ഇതിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങളാണ്. അപ്പോൾ ഇഷ്ടംപോലെ ബഗ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മെയിനായിട്ട് മിക്ക ആപ്പുകളിലും നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് മുകളിൽ ഓപ്പൺ ആയിട്ട് വരില്ല. അവിടെ ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഗാലറി തുറക്കുമ്പോൾ ചില ഭാഗം താഴെയിട്ട് കാണിക്കും. ഇങ്ങനെ സ്ക്രീൻ കംപ്ലൈൻ്റ് ആയിട്ട് ഡിസ്പ്ലേ പിക്സൽസ് മാറിപ്പോയില്ല, അതുപോലെ കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇഷ്ടംപോലെ ബഗ് ഉണ്ടാകുന്നുണ്ട് ഈ ഒറിജിനോയ്സിൽ, എസ്പെഷ്യലി കഴിഞ്ഞ മാസത്തെ മുമ്പത്തെ മാസത്തെ സെക്യൂരിറ്റി പാച്ചിലൊക്കെ. അപ്പോൾ അത് എന്തായാലും ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫിക്സായി വന്നിട്ടുണ്ട് ഓൾറെഡി. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വലിയ ഇഷ്യൂസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ക്യാമറ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എസ്പെഷ്യലി ഫോക്കസിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ സാധനം ഫോക്കസ് ആവുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ്, അതായത് ഐഡിയൽ ടൈം ഡ്രെയിനിങ് കുറഞ്ഞിട്ടുണ്ട്. അതും ഒരു ചെറുതായിട്ട് ചില ഡിവൈസുകൾക്ക് ഇത് ഈ പറയണ ഈ ബഗ് ഉണ്ടല്ലോ, അത് എല്ലാ ഡിവൈസുകൾക്കും ഇല്ല കേട്ടോ. ചില ഡിവൈസുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട്. എൻ്റെ ഉണ്ടാവുന്ന ബാറ്ററി ഡ്രെയിനിങ് പ്രോബ്ലം അതും ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആക്ച്വലി ഇതിൽ സിം ഇട്ടിട്ടില്ല കണ്ടോ. അപ്പോൾ ഇതിൽ സിമ്മിൻ്റെ റേഞ്ച് പിടിക്കുന്നതിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എയർടെലിൻ്റെ സിം ഇടുമ്പോൾ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി സോൾവ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സിം മാറ്റി. അപ്പം എയർടെൽ ഇപ്പോൾ ഞാൻ അത് ഡിസ്കണക്ട് ചെയ്തു. നല്ല തല്ലിപ്പൊളി സർവീസ് ആണല്ലോ എയർടെലിൻ്റെ പരിപാടികളെ കുറിച്ചൊക്കെ നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവന്മാരുടെ പുതിയ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്ലൈസിങ്ങിൽ തന്നെ അവർ ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് സ്പീഡ് വർക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ എയർടെൽ. അപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞു. എയർടെൽ ഉപയോഗിക്കുന്നില്ല. അപ്പം എയർടെല്ലിൽ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും എയർടെല്ലിൽ വിവോ X300 X300 Proയിലോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആരെങ്കിലും ഈ റേഞ്ച് ഇഷ്യൂ, എസ്പെഷ്യലി നമ്മുടെ ഈ സാധനത്തിൽ ഫുൾ റേഞ്ച് ഒക്കെ കാണിക്കും, പക്ഷെ കോള് വരുമ്പോൾ ക്ലിയർ ആവില്ല, കട്ടാവുക, കോള് ഇങ്ങനെ കട്ടായിട്ട് പോവുക, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്തുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിവോ X300 X300 Pro അതേപോലെ പുതിയ ഡിവൈസുകളൊക്കെ ആണെങ്കിൽ കണ്ണും പൂട്ടി അപ്ഡേറ്റ് ചെയ്തോ. എന്താ വെച്ചാൽ നമ്മളെല്ലാ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ചെയ്തുകൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ എന്നാലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഓവറോൾ ഇമ്പ്രൂവ് ആവുള്ളൂ. ഇപ്പോൾ എന്തായാലും വിവോന് എന്തായാലും ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവം ഒന്നും റിപ്പോർട്ടൊന്നും ആയിട്ടില്ല. എസ്പെഷ്യലി X സീരീസ് ഫോണുകൾക്കൊന്നും സംഭവം. ഇപ്പോൾ നിങ്ങളുടെ X200 Pro ആയിക്കോട്ടെ, എൻ്റെ കഴിഞ്ഞ വല്ല X200 Pro ആയിരുന്നു.
അപ്പോൾ അതിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. എന്താ എക്സ് സീരീസ് ഫോണുകൾക്ക് മിക്ക എല്ലാത്തിനും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ധൈര്യമായിട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും സംഭവം ഈ മെയ് അപ്ഡേറ്റ് അത്യാവശ്യം നല്ലൊരു അപ്ഡേറ്റ് തന്നെയായിരുന്നു. കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. എന്താ വെച്ചാൽ ബഗ് ഫിക്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട അപ്ഡേറ്റ് തന്നെയാണ്. ചെയ്യാൻ മറക്കണ്ട. അത്യാവശ്യം സൈസും പറഞ്ഞല്ലോ 1 GB to 1.5 GB. ചിലർക്ക് ചിലപ്പോൾ 800 GB. അത് നമ്മുടെ വി സീരീസ് ആണെങ്കിൽ എക്സ് സീരീസ് മിക്കതും 1 to 1.5 GB തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ മുമ്പത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനിട്ടും കൂടും. അപ്പോൾ ചെയ്യാമെന്ന് മറക്കണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിനെ കുറിച്ചൊരു നമുക്ക് എന്താ പറയുക യൂസേജ് എക്സ്പീരിയൻസ് പറയാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ട്. എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മുടെ വെബ്സൈറ്റ് jebin.banksupport.in നോക്കാത്തവർ നോക്കി നോക്കാം. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ ഈസിയായിട്ട് തന്നെ നിങ്ങൾ എലിജിബിലിറ്റി അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ചെക്കൗട്ട് ഇതൊക്കെ മറക്കണ്ട. സെറ്റാപ്പിൻ്റെ ലിങ്കുകളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പേജ് കൂടെ അടിക്കാൻ മറക്കണ്ട. അടുത്ത കാണാം.